അസ്സലാമലൈക്കും, ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മൾ ഇന്ന് രാവിലെ 5:30 ആകുമ്പോഴത്തേക്കും അടുക്കളയിലോട്ട് പോയിട്ടോ. നേരത്തെ എണിച്ചു, കാരണം പണികളൊക്കെ അങ്ങനെ പതുക്കെ ചെയ്ത് വീഡിയോസൊക്കെ എടുത്തൊക്കെ കഴിയുമ്പോഴത്തേക്കും ഉച്ചയാകും, അത് വേറെ കാര്യം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഫ്രിഡ്ജ് തുറന്നിട്ട് നമുക്ക് വേണ്ട വെജിറ്റബിളൊക്കെ ഒന്ന് പുറത്തെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മുടെ ഫ്രിഡ്ജിൻ്റെ കോലം വല്ലാണ്ട് അങ്ങ് മാറിയിട്ടുണ്ട്, നല്ല പോലെ ക്ലീൻ ആക്കണം. അപ്പോൾ ഞാൻ ഇന്ന് ഫ്രിഡ്ജൊക്കെ ഒന്ന് ക്ലീൻ ആക്കാമെന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ക്ലീനിങ് പിന്നെ സമാധാനത്തോടെ ചെയ്യാം. അല്ലെങ്കിൽ എനിക്ക് അയ്യോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ, ഉച്ചക്കലത്തെ ഒന്നും ആയിട്ടില്ലല്ലോ, രാത്രി അല്ലെങ്കിൽ രാവിലത്തേക്ക് ഒന്നും ആയില്ലല്ലോ എന്നുള്ളൊരു ടെൻഷൻ മൈൻഡിലുണ്ടാവും. അപ്പം ഞാൻ വിചാരിച്ച് കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പതുക്കെ ക്ലീൻ ചെയ്യാം. ഇനി ഓരോ ദിവസം ഓരോ മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂറൊക്കെ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് അത് കഴിഞ്ഞും കിട്ടും, ഹെവി ആകില്ല. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളത്തിലോട്ട് 1 സ്പൂൺ ചിയാ സീഡ് തന്നെയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ചിയാ സീഡിൻ്റെ ബെനിഫിറ്റ് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമുക്കത് വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ, ഞാൻ ഇടയിൽ പറയാം. അപ്പോൾ രാവിലെ ഞാൻ ഇന്ന് കുട്ടികളോട് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുട്ടും കടലയും എന്താ പറയുക അങ്ങനെ ആക്കാന്നുള്ള രീതിയിൽ അവർ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞിരുന്നു കേട്ടോ, ദോശ കഴിച്ച് മടുത്തു എന്ന്. അപ്പോൾ പിന്നെ എന്തായാലും നമ്മൾ പുട്ടും കടലയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ വേഗം നന്നാക്കി എടുക്കുകയാണ് കേട്ടോ. ഞാൻ വലിയുള്ളിയും ഉരുളക്കിഴങ്ങും പിന്നെ തക്കാളി ഇതൊക്കെ എൻ്റെ കറികളിൽ മസ്റ്റാണ്. ഉരുളക്കിഴങ്ങ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യും കേട്ടോ, നമ്മൾ കടലക്കറി ഉണ്ടാക്കുമ്പോൾ തിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പുറത്ത് വെളിച്ചൊന്നും ആയിട്ടില്ല, ഭയങ്കര ഇരുട്ടാണ് കേട്ടോ. അപ്പോൾ നേരത്തെ തന്നെ നിന്നതാണ് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് വേഗം ഒരു സമാധാനത്തോടെ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ചിയാ സീഡിൻ്റെ ഗുണങ്ങൾ എന്താ പറയുക, നിരവധി പോഷക ഗുണങ്ങളുണ്ട്. മെക്സിക്കോയിലും തെക്കേ അമേരിക്കയിലും കൂടുതലായിട്ട് കാണപ്പെടുന്നു. ഇതൊക്കെ വായിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. അപ്പം ഞാൻ അതിലുള്ള ഗുണങ്ങൾ മാത്രം വായിക്കുക. ഫൈബർ, കാൽസ്യം, സിങ്ക്, അയൺ, ആൻറ്റി ഓക്സൈഡുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവ ശരീരത്തിൽ മൊത്തത്തിലുള്ള ആരോഗ്യ ഗുണം ചെയ്യും. ഫൈബർ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇത് കഴിക്കുന്നത് ദഹനം നന്നായിട്ട് മെച്ചപ്പെടുത്തുകയും ചെയ്യും കേട്ടോ. അതേപോലെ നമുക്ക് വയറ്റിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അതും കുഴപ്പമില്ലാണ്ട് ഇത് ഓക്കെ ആക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ദിവസം 2 സ്പൂൺ ചിയാ വിത്ത് വരെ കഴിക്കാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഞാൻ 1 സ്പൂണേ കഴിക്കുന്നുള്ളൂ. എനിക്ക് പേടിയാണ്, അധികമായാൽ അമൃതവും വിഷം എന്ന് പറയുന്ന പോലെ പേടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കടലക്കറിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എടുക്കുന്നുണ്ട്. വലിയുള്ളിയും മല്ലിയില, പച്ചമുളക്, തക്കാളിയൊക്കെ മുറിച്ചെടുക്കണം. കടലക്കറി റെസിപ്പി ഞാൻ ഒത്തിരി ചെയ്തിട്ടുണ്ട്. കടലക്കറി 10 വർഷമായിട്ട് വെച്ചിട്ട് ശരിയാവാണ്ട് എൻ്റെ കടലക്കറി നോക്കി വെച്ചിട്ട് ശരിയായി എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു കമൻറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കാം. ഇത് കുറച്ചും കൂടെ വേറെ രീതിയിലാണ് കേട്ടോ വെക്കുന്നത്. അതായത് നമ്മുടെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ ഇന്ന് വലിയ ജീരകം മാത്രമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. പട്ട, ഗ്രാമ്പു, ഏലക്ക ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ വലിയുള്ളിയും പച്ചമുളകും മല്ലിയിലയും പുതിനയും ചേർത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു കടലക്കറിയിൽ. അപ്പോൾ അത് നല്ലൊരു ഡിഫറെൻറ്റ് ടേസ്റ്റ് കൊണ്ടുവരുന്നുണ്ട്. നമുക്ക് ഓരോ സമയത്ത് ഓരോ രീതിയിലുള്ള പരീക്ഷണങ്ങൾ അങ്ങനെയാണ് കേട്ടോ ഞാൻ അതിനെ വിചാരിക്കുന്നത്. അപ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ട് അതൊന്ന് വഴണ്ട് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് വെളുത്തുള്ളിയൊക്കെ നന്നാക്കി എടുക്കണം. കുറച്ച് വെളുത്തുള്ളി നന്നാക്കി എടുത്തതുണ്ട്, കുറച്ച് ഇഞ്ചിയും ഉണ്ട്. അപ്പോൾ ആ ഇഞ്ചിക്കുള്ള വെളുത്തുള്ളി ഇല്ല. അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെളുത്തുള്ളി മാത്രം ഒന്ന് നന്നാക്കി എടുക്കാമെന്ന് വിചാരിച്ച് വേഗം അതൊക്കെ നന്നാക്കി എടുത്തു. പലപ്പോഴും ഞാൻ നന്നാക്കുന്ന സാധനങ്ങൾ കഴുകണത് വീഡിയോയിൽ കാണിക്കാറില്ല കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും വിചാരം, എല്ലാവരുടെയും അല്ല, കുറച്ചെങ്കിലും ആൾക്കാരുടെ വിചാരം ഞാൻ അരി കഴുകുന്നില്ല, പരിപ്പ് കഴുകുന്നില്ല, ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇതെല്ലാം കഴുകിയിട്ട് തന്നെയാണ് യൂസ് ചെയ്യുക. അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് കഴുകി മിക്സിയുടെ ജാറും കഴുകി അതിലോട്ട് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അതിനെ അരച്ച് വെക്കുകയാണ്. എന്നിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ അടച്ച് വെക്കും. ആവശ്യമുള്ള സമയത്ത് യൂസ് ചെയ്യും കേട്ടോ. ഞാൻ ഒത്തിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കി വെക്കാറില്ല. 1 മാസത്തിനൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ എണ്ണ യൂസ് ചെയ്യുക കേട്ടോ വെള്ളത്തിന് പകരം. അപ്പോൾ അത് കളറൊന്നും മാറൂല, കേടും വരില്ല അങ്ങനെ.
അപ്പോൾ ഞാൻ ഇത്രയൊക്കെ തന്നെയുള്ള അരച്ച് വെക്കാറ്. പിന്നെ പെരുന്നാളൊക്കെ ഉണ്ടാകുമ്പോൾ കൂടുതൽ അരയ്ക്കും. അങ്ങനെ നമ്മുടെ ഉള്ളി ഇത്രയും ആവണം, വഴണ്ട് വരണം കേട്ടോ, എന്നാൽ തന്നെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ 2 തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ അത്യാവശ്യം വേണം, എന്നാൽ തന്നെയുള്ളൂ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ട് ഇതിലോട്ട് ഞാൻ ക്യാപ്സിക്കം കൂടെ പകുതി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും നല്ലൊരു ടേസ്റ്റ് വരുത്തും കേട്ടോ. പിന്നെ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തി കൊടുക്കുന്നുണ്ട്. 2 സ്പൂൺ ചിക്കൻ മസാല ചേർത്തി കൊടുക്കുന്നുണ്ട്. ചിക്കൻ മസാല ഇല്ലാത്ത കച്ചവടം ഇല്ല. പിന്നെ 1.5 സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും പിന്നെ 1/2 സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കണം കേട്ടോ. ഒരു 2 സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തി കൊടുക്കണം. നന്നായി ഇളക്കിയിട്ട് നമുക്കിതിലോട്ട് കഴുകി വൃത്തിയാക്കി തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ച വെള്ളക്കടലയാണ് എടുക്കുന്നത്. എനിക്ക് വെള്ളക്കടല പൊതുവേ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഉപ്പാക്കും ഇഷ്ടമാണ്. സോഫ്റ്റ് അല്ല, അത് കടിക്കാൻ എളുപ്പമാണ്. ഉമ്മാക്കും എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. ഇത് നമ്മൾ ചന മസാലയുടെ പൊടി യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കാറുണ്ട്. അത് നല്ല ടേസ്റ്റാണ്. പിന്നെ 2 ചെറിയ ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ആവശ്യത്തിനുണ്ടോ നോക്കുക, ഇല്ലെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 4 വിസിൽ അങ്ങോട്ട് അടുപ്പിച്ചെടുത്തോളൂ കേട്ടോ. അപ്പോഴത്തേക്കും ഇത് ഉള്ളിയും എല്ലാം വെന്ത് നല്ല കൊഴുകൊഴുത്ത കടലക്കറി കിട്ടും. ചിലപ്പോൾ നമുക്ക് വെള്ളം വീണ്ടും ഒഴിച്ചു കൊടുക്കേണ്ടി വരും. അപ്പം അതിന് പകരം തേങ്ങാപ്പാലുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ സമയമില്ലെങ്കിൽ പച്ചവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, അല്ല ചുടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ സമയമായപ്പോൾ ഞാൻ അയാൻകുട്ടീനെ ഒന്ന് പോയി വിളിച്ചു. അവൻ ഉറങ്ങുകയാണ്. റിഹാൻ പിന്നെ ജിമ്മിന് പോയിട്ടോ. എനിക്ക് ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട് ജിമ്മ്. പറഞ്ഞിട്ട് എന്താ കാര്യം, അയ്യോ എനിക്ക് വയ്യ. അപ്പോൾ ഞാൻ വാതിൽ തുറന്ന് നോക്കിയപ്പം അപ്പം പാല് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ചവിട്ടി ഇതൊക്കെ ഒന്ന് അവിടെ വിരിച്ചിട്ടു, നിർത്തിയിട്ടു. ജസ്റ്റ് ഇങ്ങനെ മടക്കി വെക്കാറുണ്ട്, നായും പൂച്ചയൊന്നും വന്ന് കിടക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ മടക്കി വയ്ക്കുന്നത്. പിന്നെ നായും പൂച്ചയും കിടക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ പഠിച്ചെന്നറിയാം. നമ്മൾ എണിച്ച് നോക്കുമ്പോൾ ഉണ്ടാവാറില്ല കേട്ടോ. പിന്നെ വേഗം പോയിട്ട് ഞാൻ ബാക്കത്തെ വാതിലൊക്കെ ഒന്ന് തുറന്നു. വേസ്റ്റ് കുറച്ച് കളയാണ്ടായിരുന്നു, ഉള്ളിയുടെ ഉരുളക്കിഴങ്ങിൻ്റെ. ഇതിപ്പോൾ അടുക്കളയിൽ വെക്കുമ്പോഴത്തേക്കും കോണീച്ച വരുന്നു. കോണീച്ച ഞാൻ പറയാറ് ജന്തുക്കൾ എന്നാട്ടോ, ജന്തുക്കൾ വരുന്നു പറയട്ടോ. കോണീച്ച അതിനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വേസ്റ്റൊക്കെ ഒന്ന് കൊണ്ടുപോയി കളഞ്ഞിട്ട് വന്നു. ഇനി എന്താണ്, ഇനി നമുക്ക് പുട്ടുപൊടി ഒന്ന് നനയ്ക്കണം. ഞാൻ വെള്ളം ഒഴിച്ച് അവിടെ വെക്കാറാണ് കേട്ടോ. അപ്പോൾ പണ്ടത്തെ പോലെ ഇങ്ങനെ നിന്ന് നനയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. വെള്ളം പോലെ ഉള്ള രീതിയിൽ വെള്ളം ഒഴിക്കും, അവിടെ വയ്ക്കും, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കും. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ അത് വീർത്ത് വന്നിട്ടുണ്ടാവും. വീണ്ടും നമുക്ക് വെള്ളം ഒഴിച്ച് ഒന്ന് സെറ്റാക്കി എടുത്താൽ മതി കേട്ടോ. കടലക്കറി അവിടെ വിസിലടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു 4 വിസിൽ വന്നപ്പോഴത്തേക്കും പിന്നെ ഞാൻ ഓഫാക്കും കേട്ടോ. പിന്നെ അപ്പുറത്ത് ഇനി നമുക്ക് പാലൊക്കെ തിളപ്പിക്കാൻ വേണ്ടി വെക്കണം. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോയി നോക്കുന്നുണ്ട് കേട്ടോ. പാല് കുറച്ച് കർട്ടൻ്റെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അടുക്കളൻ്റെ അവിടെ നിന്ന് നോക്കിയാൽ കാണുകയില്ല. അപ്പം ഞാൻ വിചാരിക്കും എത്തിയിട്ടില്ല. പിന്നെ നമ്മൾ വീണ്ടും കുറച്ചും കൂടെ മുന്നോട്ട് പോയി നോക്കിക്കഴിഞ്ഞാൽ പാല് കുറച്ച് ഇപ്പുറത്തിരിക്കുന്നുണ്ടാവും കേട്ടോ. അങ്ങനെ 2-3 പ്രാവശ്യം ഞാൻ പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നും ഇതുപോലെ 2 പ്രാവശ്യം പോയി നോക്കിയപ്പോൾ പാല് വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വീണ്ടും പോയി നോക്കിയപ്പോഴാണ് അത് കുറച്ച് മുക്കിലോട്ട് ചേർന്നിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പോയി വേഗം എടുത്തിട്ട് വന്നു. ഇനി കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, തേങ്ങ ഉടയ്ക്കണം. തേങ്ങ കുറച്ച് ചിരവി വയ്ക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് അത്യാവശ്യം തേങ്ങ വേണം, പുട്ടിലേക്ക് വേണം, കറി ഉണ്ടാക്കണം, ഉപ്പേരി ഉണ്ടാക്കണം. അപ്പോൾ ഇതിനൊക്കെ തേങ്ങ വേണമല്ലോ. അപ്പോൾ ഞാൻ ഒരു 2 തേങ്ങ ഉടച്ചിട്ട് അതിനെ ചിരവി വെക്കാമെന്ന് വിചാരിച്ചു. ബാക്കി വന്നാൽ ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ. പക്ഷെ അങ്ങനെ ബാക്കിയൊന്നും വരില്ല കേട്ടോ. പുട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നിറയെ തേങ്ങ വേണം. പിന്നെ ഞാൻ വേഗം വെള്ളമൊക്കെ കുടിച്ചിട്ട് അതിനെ ചിരവി എടുക്കുകയാണ്. അപ്പോൾ വെണ്ടയ്ക്ക വഴുവഴുപ്പ് മാറാൻ കുറച്ച് വിനീഗർ ഒഴിച്ചാൽ മതിയെന്ന് പറയുന്നുണ്ട്. ഓക്കെ, നോക്കാം കേട്ടോ. ഞാനത് കുറച്ച് ഒഴിച്ചാൽ മതിയില്ലേ. നെക്സ്റ്റ് ഒന്ന് നോക്കണം. പാല് വന്നപ്പോൾ ചായ വെക്കാനുള്ള പുറപ്പാടിലാണ് കേട്ടോ. പിന്നെ ഞാൻ ഇത്താനോട് മിണ്ടൂല, ഇഡ്ഡലിപ്പൊടി ഉണ്ടാക്കി കാണിച്ചു തന്നില്ലല്ലോ. ഇഡ്ഡലിപ്പൊടി മേടിക്കുകയാണോ, അതുകൊണ്ടല്ലേ. പക്ഷെ ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം. എൻ്റെ ഈ ക്ലീനിങ് ഒന്ന് കഴിയട്ടെ കേട്ടോ. ഇനിയിപ്പോൾ 2-3 റൂമും കൂടെ ഉണ്ട്. ഞാൻ പതുക്കെ ചെയ്യണുള്ളൂ. എന്തായാലും ഓണം കഴിയും. ഓണം കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. മിണ്ടാണ്ടിരിക്കരുത് പ്ലീസ്, അത് ശരിയല്ല. ഓക്കെ, കാണണം. പിന്നെ ചിയാവിത്തിൻ്റെ ബെനിഫിറ്റ് ഞാൻ പറഞ്ഞല്ലോ, നല്ലതാണ്. ഹെയറിനും സ്കിന്നിനും ഒക്കെ നല്ലതാണ്. 1 സ്പൂൺ കഴിച്ചാൽ മതി കേട്ടോ. നല്ല ബ്രാൻഡ് വാങ്ങിച്ച് കഴിക്കുക. റാവുത്തർ ആണോ എന്ന് ചോദിച്ചത് ഇഷ്ടമായില്ലേ?
അയ്യോ, അങ്ങനെ ഒരു പ്രശ്നമില്ല കേട്ടോ. തമിഴ് സംസാരിക്കുന്നത് പറഞ്ഞപ്പോൾ ചോദിച്ചതാണ്. സിലു ടോക്സിൽ സിലു പറയുന്നത് കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാ. സോറിന്നാ. എന്തിന് സോറി ഒന്നും വേണ്ട, ഞാനത് ഒരു ക്യാഷ്വലായിട്ടാണ് പറഞ്ഞത്. അങ്ങനെ വിചാരിച്ചിട്ട് പോലും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും ചോദിക്കുക, അതൊരു പ്രശ്നമേ അല്ല. സിലു ടോക്സിനെ ഞാൻ പരിചയപ്പെട്ട സമയത്ത് സിലു എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവരും റാവുത്തേഴ്സാണ്. ജിനിയുടെ വീഡിയോസ് കാണുമ്പോൾ പെട്ടെന്ന് നമ്മുടെ രക്തബന്ധത്തിൽ ആരോ ഉള്ള പോലെയാണ് എന്നൊക്കെ എന്നോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും, കാരണം അവർ ജീവിച്ചു വന്ന എന്താ പറയുക ഒരു കൾച്ചറാണല്ലോ. അപ്പോൾ അവർക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവുമായിരിക്കും. അപ്പോൾ എന്തായാലും ഞാൻ ചായ റെഡിയാക്കിയിട്ടുണ്ട്. അയൻകുട്ടിക്ക് കുറച്ച് മധുരം കൂടുതലിടും, അതുകൊണ്ട് അവൻ്റെ ഗ്ലാസ് മാറിപ്പോകാണ്ടിരിക്കാൻ കുറച്ച് വിട്ട് വെച്ചേക്കുവാണ്. ഞങ്ങൾക്കൊന്നും അത്ര മധുരം വേണ്ട, ഒരുപാടായിക്കഴിഞ്ഞാൽ പായസം പോലെ ഉണ്ടല്ലോ പറയൂട്ടോ. ഞാനും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് മോളെ എനിക്കൊരു വിഷമമില്ല, അങ്ങനെ വിചാരിക്കരുത് കേട്ടോ. ആദിൽ നിഹില എന്നാണ് ID കേട്ടോ. നിഹാൽ എന്നല്ലേ? ഓക്കെ. വെണ്ടക്കക്കറി വെക്കുമ്പോൾ തേങ്ങയിൽ മസാലപ്പൊടി ഇട്ട് വറുത്ത് അരച്ച് കറി വെച്ച് നോക്കും, നല്ല ടേസ്റ്റാണ്. അത് കഴിച്ചാൽ പിന്നെ ഇങ്ങനെ വെക്കില്ല. ആ കറി തീയലല്ലേ? തീയലിനല്ലേ അത് പറയുന്നത്? തീയൽ നമ്മൾ ഉണ്ടാക്കാറുണ്ട്, വഴുതനങ്ങ വെച്ച് കയ്പ്പൊക്കെ വെച്ചിട്ടൊക്കെ തീയൽ ഉണ്ടാക്കാറുണ്ട്. വെണ്ടക്ക വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് ഡൗട്ടാണ്. ഞാൻ എന്തായാലും നോക്കാം കേട്ടോ. എനിക്കിഷ്ടമാണ് വറുത്തരച്ച കറികളൊക്കെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചായ വെച്ചിട്ട് വേഗം പോയി അവിടെ ഇരുന്ന് ചായ എല്ലാം കുടിക്കുകയാണ്. അയൻകുട്ടിക്ക് ഞാൻ സാറ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അയച്ചു തന്നതൊക്കെ കൊടുക്കുന്നുണ്ട്. എങ്ങനെയെന്ന് അറിയില്ല, അവന് റിഹാൻ്റെ അത്രയ്ക്ക് മാർക്കൊന്നും ഉണ്ടാവാറില്ല, എന്നാലും ഒരു ആവറേജിലെങ്കിലും പോവണ്ടേ എന്നുള്ളൊരു ടെൻഷൻ ഭയങ്കര ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ഇപ്പം തന്നെ അവന് ട്യൂഷൻ സെൻറ്ററിലാണ് കേട്ടോ ഞാൻ വിടുന്നത്. ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ട്യൂഷൻ സെൻറ്റർ ആയിരുന്നു. പിന്നെ ഇവിടെ അടുത്തൊക്കെ ലോക്കലായിട്ട്, അതായത് വീടുകളിൽ തന്നെ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്. അതിലെനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ. അവിടെ പോയിട്ട് അവിടെയുള്ള കുട്ടികളുമായിട്ട് ഭയങ്കര കമ്പനിയാകും, പിന്നെ പഠിക്കാനൊക്കെ ഭയങ്കര ഉഴപ്പും. ഇതാകുമ്പോൾ പ്രോപ്പറായിട്ട് ടീച്ചേഴ്സും സാറന്മാരൊക്കെ ഉണ്ടാകുമ്പോൾ ആ ഒരു സ്കൂളിൽ എടുക്കുന്ന രീതിയിൽ തന്നെ എടുക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആക്കുന്നതാണ് കേട്ടോ. പിന്നെന്താ, മെറ്റാബോളിസം കൂടുതൽ ഉള്ളവർ തടിക്കും, മോന് കുറവായിരിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെയാണോ സംഭവം? എനിക്കത് കറക്റ്റ് അറിയില്ല കേട്ടോ. ഹസ്ബൻഡിൻ്റെ ഉമ്മ ഹെൽപ്പ് ചെയ്യാറില്ലേ? എത്രയാ ചോദിക്കുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ എന്നെ കഴിഞ്ഞ വ്ളോഗ് കണ്ടില്ലായിരുന്നോ? കണ്ടില്ലെങ്കിൽ അത് ഫുള്ളായിട്ട് കാണണേ. അതേപോലെ പരിഗണന കൊടുത്താലും തിരിച്ചു തരാത്ത ആൾക്കാർ ഒരുപാടുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള പാർട്ട്ണറിനെയും അതുപോലെ ഫാമിലിനെയും ഒക്കെ കിട്ടുന്നത് ഭയങ്കര ലക്കാണ്. അതായത് നമ്മുടെ കാര്യങ്ങളിൽ കൂടെ അവർ ഇമ്പോർട്ടൻറ്റ് കൊടുക്കും, വാല്യൂ കൊടുക്കുന്നുണ്ട് എന്നുള്ള ഫാമിലിനെ കിട്ടുന്നത് ഭയങ്കര ലക്ക് തന്നെയാണ്. ഒരുപാട് ആത്മഹത്യയും കാര്യങ്ങളൊക്കെ വരുന്ന അതും നന്നായിട്ട് പഠിച്ച് വിവരമുള്ള കുട്ടികൾ ഇങ്ങനെ ചെയ്യുമ്പോൾ വല്ലാത്തൊരു സങ്കടം തോന്നും അല്ലേ? മൈൻഡിനുള്ളൊരു കട്ടി ഉണ്ടാവില്ലായിരിക്കും. ഒത്തിരി നമ്മൾ ന്യൂസ് ചാനലിലും ഒക്കെ കാണുന്നതല്ലേ, ഡോക്ടേഴ്സ് ഒക്കെ ഭർത്താവിൻ്റെ വീട്ടിലുള്ള പ്രശ്നം കാരണം ആത്മഹത്യ ചെയ്തു, അങ്ങനെ ഇങ്ങനെ. അതൊക്കെ വായിക്കുമ്പോൾ തന്നെ ഇവർക്ക് എന്താണ്, ഇവർ ഇത്രയും പഠിച്ച് ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള ഗഡ്സ് ഇവർക്കില്ലേ എന്നൊക്കെ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. കാരണം എഡ്യൂക്കേഷൻ ഉണ്ട്, ജോബിന് പോയാൽ അവരുടെ കാര്യങ്ങൾ ചെയ്യാനുള്ള ക്യാഷ് അവർക്ക് കിട്ടും. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് അവരുടെ ജീവിതം കളയണത് എന്നുള്ളത് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. അത് ഒന്നാമത് നമ്മുടെ സ്വന്തം വീട്ടിൽ സപ്പോർട്ട് ഉണ്ടാവില്ലായിരിക്കും, അല്ലാണ്ട് ഇരുന്ന് അവരങ്ങനെ ചെയ്യില്ലായിരിക്കും അല്ലേ? നമ്മുടെ അമ്മ അല്ലെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ ഉമ്മ ഉപ്പ ഇവർ നീ അതൊന്നും കാര്യമാക്കണ്ട, അങ്ങോട്ട് പോര്, നമുക്ക് എന്താ വെച്ചാൽ നോക്കാം എന്നുള്ളൊരു വാക്ക് പറയുകയാണെങ്കിൽ പല ജീവനുകളും ഇപ്പോഴും ബാക്കിയുണ്ടാവും. എനിക്ക് എപ്പോഴും അങ്ങനെ കേട്ടോ തോന്നാറ്. അതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ വായിക്കുമ്പോഴൊക്കെ. ഞാൻ ഒത്തിരി ന്യൂസൊന്നും വായിക്കുന്ന ആളല്ല, പക്ഷേ ഇങ്ങനെ ഓരോ വീഡിയോസും കാര്യങ്ങളും പിന്നെ ഉമ്മയൊക്കെ ഇങ്ങനെ ന്യൂസ് വായിച്ചിട്ട് നമ്മൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അങ്ങനെയുള്ള അറിവുകളൊക്കെ തന്നെയുള്ളൂ കേട്ടോ എനിക്ക്. അതിൻ്റെ ഇടയിൽ ഞാൻ വർത്തമാനത്തിൻ്റെ ഇടയിൽ പുട്ടുണ്ടാക്കി, കടലക്കറി റെഡിയാക്കി. കടലക്കറിയിൽ ലാസ്റ്റായിട്ട് ഞാൻ കുറച്ച് കസൂരി മേത്തിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് ഉടച്ച് ചേർക്കും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല തിക്ക് വരും കറിക്ക്. അങ്ങനെ നമ്മുടെ കടലക്കറിയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. മോനിക്ക് നല്ല ഇഷ്ടമാണ്. ഞങ്ങളിവിടെ 3 പേർക്കും
പുട്ട് ഭയങ്കര ഇഷ്ടമാണ്. പുട്ട് റുമീസ് എന്ന് പറയാം. ഇക്കാക്ക് പിന്നെ ബീഫൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കടലക്കറി ഇഷ്ടമാണ്, പുട്ട് വലിയ താല്പര്യമില്ല. പുട്ട് കഴിക്കണമെങ്കിൽ നല്ല മീൻകറിയോ ബീഫ് കറിയൊക്കെ ഉണ്ടെങ്കിൽ ബീഫും പുട്ടും ഒരു രക്ഷയില്ലല്ലേ കോമ്പിനേഷൻ. അപ്പോൾ കുട്ടിക്കുള്ള ലഞ്ച് ബോക്സും റെഡിയാക്കി അടച്ചു വെച്ചപ്പോൾ അതിൻ്റെ ആവി കാരണം തുറന്നു വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചൂടാറിയിട്ട് വീണ്ടും അടക്കാവാനായിട്ട് അവിടെ കൊണ്ടുവച്ചു കേട്ടോ. അങ്ങനെ അവൻ്റെ കഴിക്കലൊക്കെ കഴിഞ്ഞ് വന്ന് ഇനിയിപ്പോൾ ഞാൻ പയറൊക്കെ ഒന്ന് നന്നാക്കി എടുക്കണം, പയറുപ്പേരി വെക്കണം കേട്ടോ ഇനി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, എന്താണെങ്കിലും നമ്മുടെ മൈൻഡിനൊരു ഇത് വേണം, മനസ്സിലായോ? ഏത് ഫാമിലിയിൽ ജീവിക്കുകയാണെങ്കിലും നമ്മുടെ ജീവന് വാല്യൂ ഉണ്ട്. അത് പടച്ചോൻ എടുക്കുന്നത് വരെ നമ്മളായിട്ട് കൊടുക്കാൻ പാടില്ല, മനസ്സിലായോ? ആ ഒരു കാര്യം എപ്പോഴും എല്ലാവരും മൈൻഡിൽ വെക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ പൊള്ളമുളക് ഉപ്പ് നിറച്ച് വറുക്കും എന്ന് പറയുന്നുണ്ട്. ഇവിടെ ഉമ്മാനോട് ചോദിച്ചപ്പോഴും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. പക്ഷേ എനിക്കത് ഓർമ്മയുണ്ടായിരുന്നില്ല. ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇക്ക വന്നിട്ട് അത് എടുക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ നെട്ടി കളഞ്ഞ് വെക്കാൻ പറഞ്ഞു ഒരു കുട്ടി കേട്ടോ. നെട്ടി കളഞ്ഞിട്ട് മുളക് വറുക്കുമ്പോൾ ഭംഗി ഉണ്ടാവില്ലല്ലോ കാണാൻ. നെട്ടി കളയണോ എനിക്കറിയില്ല, അത് കറക്റ്റ്. ഞാൻ ചിക്കനിലൊക്കെ ഇടുമ്പോൾ ഞെട്ടിയോടെ തന്നെയാണ് കേട്ടോ ഇടാറ്. അപ്പോഴെല്ലാം ഇങ്ങനെ പിടിച്ചിട്ട് കടിക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മളിന്ന് നല്ല ടേസ്റ്റുള്ള ഒരു കറി ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. എന്താണെന്നറിയോ? ഉണക്ക ചെമ്മീനും വഴുതനങ്ങ ഇട്ട കറിയാണ്. ഇഷ്ടമാണോ? നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ഉലുവ ജീരകം പൊട്ടിച്ചിട്ടുണ്ട്, ചെറിയ ഉള്ളിയും അതുപോലെ പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് പെട്ടെന്ന് നന്നായിട്ടങ്ങ് പൊട്ടി തെറിച്ചു കേട്ടോ. ഞാൻ കൈ വേഗം മാറ്റിയതാണ്, എണ്ണ നന്നായി ചൂടായിരുന്നു. അതൊന്നായ പിന്നെ ഒരു വലിയ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്, നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ കഴുകി വൃത്തിയാക്കിയ ചെമ്മീൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ എണ്ണയിൽ തന്നെ നന്നായിട്ട് മുരിഞ്ഞ് വരട്ടെ എന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ വേറൊന്നും മുരിച്ച് ഇതിലോട്ടൊന്നും ആക്കാൻ വയ്യ കേട്ടോ. ഞാൻ ചെറിയ ഇമാതിരി തട്ടിക്കൂട്ട് പരിപാടികളൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ തന്നെ നന്നായിട്ട് മുരിഞ്ഞങ്ങ് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് അടച്ചും കൂടെ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കണം. ഞാനിവിടെ ചുരവി വെച്ചിരുന്നില്ല, തേങ്ങ അതിൽ നിന്ന് എടുക്കുന്നുണ്ട്. ഇനി എനിക്ക് ഇതുപോലെ ചുരവിയിട്ട് ഫ്രീസറിൽ കൊണ്ടുവയ്ക്കണം. അങ്ങനെ ആകുമ്പോൾ രാവിലത്തെ പണികളൊക്കെ എളുപ്പമാവുമെന്ന് പലരും പറയുന്നുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല ഇതുവരെ. ഫ്രിഡ്ജിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ തേങ്ങയൊക്കെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നല്ല ഭംഗിയുള്ള അവതരണം മുത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. പിന്നെ ഇങ്ങനെ രീതിയിൽ തന്നെയാണ് വെണ്ടക്ക കറി ഉണ്ടാക്കാറ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഞാനിതാ നന്നായിട്ട് ചെമ്മീൻ കണ്ടില്ലേ നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട്. അതിലോട്ട് മഞ്ഞൾപ്പൊടി 2 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തു കേട്ടോ. അതിലൊന്ന് എരിവുള്ളതും ഒന്ന് കാശ്മീരി ചില്ലി പൗഡറും 2 സ്പൂണ് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലോട്ട് ഒരു 2 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ പൊതുവേ പുളിയുള്ള എല്ലാ കറികളിലും ഞാൻ ചെയ്യുന്ന ഒരു കാര്യം കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങളങ്ങനെ കൊടുക്കാറുണ്ടെങ്കിൽ ഒന്ന് പറയണേ. പിന്നെ പുളി ഒഴിച്ചു കൊടുക്കുക. മസാലയ്ക്ക് വന്ന ശേഷം ഇതിലോട്ട് ഒരു ഗ്ലാസ് ഞാൻ വീണ്ടും വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് അടച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ. തിളച്ച് വരട്ടെ. അപ്പോഴേക്കും നമ്മുടെ ചിയാ സീഡ് രാവിലെ ഇട്ട് വെച്ചതില്ലേ അത് ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇത് കുടിച്ചാൽ തടി കുറയാന്നുള്ളതൊന്നും എനിക്കറിയില്ല കേട്ടോ. പിന്നെ വർക്കൗട്ട് മസ്റ്റാണ് തടി കുറയണമെന്നുണ്ടെങ്കിൽ. ഞാൻ വർക്കൗട്ടൊന്നും ഇപ്പോൾ ചെയ്യുന്നില്ല, ചെയ്യണം. ഒന്നുകൂടി ഒന്ന് സെറ്റ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ മസാലയും ചെമ്മീനും ഒക്കെ വന്നിട്ടുണ്ട്. അതിലോട്ട് വഴുതനങ്ങ ഇട്ട് കൊടുക്കുക. നല്ല പിഞ്ച് വഴുതനങ്ങയാണ് കേട്ടോ. അതിട്ട് കൊടുത്തിട്ട് ഒന്ന് താഴ്ത്തിയിട്ട് ഞാൻ അടച്ച് വയ്ക്കുന്നുണ്ട്. ഇനി വഴുതനങ്ങയൊക്കെ വേവുന്നത് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അതിന് ശേഷം നമുക്ക് നല്ലപോലെ അരച്ചെടുത്ത തേങ്ങ ഇതിലോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. അതേപോലെ ബോറ് സംസാരം എന്ന് പറയുന്നുണ്ട് കേട്ടോ. എൻ്റെ ആ കുട്ടിക്ക് ചിലപ്പോൾ ഇഷ്ടമായിട്ടുണ്ടാവില്ലായിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ തക്കാളി വെന്ത് വന്നിട്ടുണ്ട്. തേങ്ങ അരച്ചത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഭയങ്കര തിക്കായിട്ടല്ല കേട്ടോ ഞാൻ ഇറക്കി വെക്കുന്നത്, കുറച്ചൊരു ലൂസായിട്ട് തന്നെ ഇറക്കി വെക്കുന്നത്. അപ്പോൾ മൺചട്ടി ആയതുകൊണ്ട് ഇച്ചിരി കൂടിയും കഴിയുമ്പോൾ നന്നായിട്ട് തിക്കായിട്ട് വരും കേട്ടോ. ഇതൊന്നും കൂടെ തിക്കാവും. അപ്പോൾ ചെറിയൊരു തിള വരട്ടെ. ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ സംഗതി സെറ്റ്. അപ്പുറത്ത് നമ്മുടെ പയറുപ്പേരി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് നമുക്ക് അടച്ചു വെക്കാം കേട്ടോ. ഇതിൽ ഞാൻ വെള്ളമൊന്നും ഒഴിക്കാറില്ല. അങ്ങനെ ചെറിയ തീയിൽ പതുക്കെ വേവിച്ചെടുക്കാറാണ് കേട്ടോ ഇങ്ങനത്തെ ഉപ്പേരി വയ്ക്കുമ്പോൾ. അപ്പോൾ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. അയൻകുട്ടി ഇതാ സ്കൂളിലോട്ട് പോകാൻ വേണ്ടിയിട്ടും റെഡിയായി. അവന് പോയിട്ട് ഇതാ എന്നെ കളിപ്പിക്കാനാട്ടോ. അത് അങ്ങനെ അവൻ പോയ ശേഷം ഞാൻ വേഗം ഈ ഒരു ഭാഗം ഒന്ന് അടുക്കി പെറുക്കി വെച്ചു. നമുക്ക് കഴിക്കണ്ടേ, എത്ര അടുക്കി വെച്ചാലും ഉണ്ടാവും അത് വീണ്ടും ഇങ്ങോട്ട് തന്നെ വന്നിട്ടുണ്ടാവും കേട്ടോ.
അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം സെറ്റാക്കി. പിന്നെ കടലക്കറി എടുത്തിട്ട് വന്ന് ഇനി നമുക്കിതൊന്ന് ഒഴിച്ച് സെറ്റാക്കണം കേട്ടോ. കടലക്കറിയൊക്കെ നോക്കുമ്പോൾ വീണ്ടും തിക്കായിട്ടുണ്ടായിരുന്നു. ഞാൻ അതിലോട്ട് ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ കറക്റ്റ് തന്നെയായിരുന്നു. ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി ഇളക്കിയെടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഫ്ലാസ്കിൽ എപ്പോഴും ചൂടുവെള്ളം വെക്കും കേട്ടോ. ഉപ്പ് ചൂടുവെള്ളം കുടിക്കുക. ഇനി അത് പാത്രത്തിലോട്ടൊന്ന് ആക്കിയിട്ട് ഇനി അവരെ കഴിക്കാൻ വിളിക്കണം. കാസറോളിൽ ഒരു 2 പുട്ട് ചുട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. റിഹാന് ജിമ്മ് കഴിഞ്ഞ് വന്ന ഉടനെ ഇപ്പോൾ ഫസ്റ്റ് പറയണത് ജിനിമ വിശക്കുന്നു എന്നാണ് കേട്ടോ. അപ്പോൾ അവൻ കഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചുട്ട് വെച്ചിരുന്നു. പിന്നെ അത് അവനക്ക് തന്നെ കഴിക്കാൻ കൊടുത്തു കേട്ടോ. ഇനി ഉമ്മാക്കും ഉപ്പാക്കും ചൂടുള്ളത് കൊടുക്കുക. പുട്ട് പൊതുവേ നല്ല ആവി പറക്കണത് വേണം, ഇല്ലെങ്കിൽ തൊണ്ടയിൽ അടയും എന്ന് പറയും കേട്ടോ. ഞാൻ പിന്നെ എപ്പോഴും അജ്മീൻ്റെ പുട്ടുപൊടിയാട്ടോ എടുക്കാറ്. എനിക്കത് ഭയങ്കര കംഫർട്ടാണ്. ഞാനും റാവുത്തറാണെന്ന് പറയുന്നുണ്ട്. എവിടെയാണ് വീട്? റാവുത്തർ ആളുടെ. പിന്നെ ചെറിയുള്ളി വെളുത്തുള്ളിയൊക്കെ സൂപ്പർ മാർക്കറ്റിൽ പൊളിച്ചത് കിട്ടും, അത് വാങ്ങിച്ചാൽ സമയം ലാഭിക്കാമെന്ന്. എൻ്റെ സമയം ലാഭിച്ചിട്ട് ഞാനിപ്പോൾ എങ്ങോട്ടൊന്നും പോകുന്നൊന്നുമില്ലല്ലോ. അതൊന്നും കുഴപ്പമില്ല. എനിക്കിങ്ങനെ ഫ്രഷ് വാങ്ങിച്ച് യൂസ് ചെയ്യണം തന്നെയാണ് ഇഷ്ടം. പേസ്റ്റും വാങ്ങിക്കാൻ കിട്ടുമല്ലോ, എന്നാൽ പിന്നെ നമുക്കത് വാങ്ങിച്ചാൽ പോരെ. അപ്പോൾ വേഗം നല്ല സമയം ലാഭം കിട്ടൂലേ. അപ്പോൾ എന്തായാലും അതിൽ എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാനിതാ ചായ വെക്കാൻ വേണ്ടിയിട്ട് പാലും വെള്ളമൊക്കെ ഒന്ന് ചേർത്തിട്ടുണ്ട്. അതേപോലെ ഉണ്ടമുളകിൻ്റെ കാര്യം ഇവർ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എല്ലാറ്റിലും ഇടാം. ചമ്മന്തിക്കൊക്കെ നല്ല ടേസ്റ്റാണ് അത്ര. അതിൻ്റെ ഞെട്ടി കളഞ്ഞിട്ട് വെച്ച് കഴിഞ്ഞാൽ കേടാവാതെ നിൽക്കുന്ന പറയണത്. അതിൻ്റെ കൊന്ത് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. കൊന്ത് എന്ന് ഞാൻ ആദ്യമായിട്ട് കേൾക്കണം. ഇവിടെ ഞെട്ടി എന്നാണ് കേട്ടോ പറയുക. പിന്നെ നെയ്സ് പത്തിരി ഉണ്ടാക്കാറില്ലേ? പത്തിരി ഉണ്ടാക്കാൻ കുറച്ചധികം മടിയുണ്ട് ഇപ്പോൾ. നിന്ന് കഴിഞ്ഞാൽ അങ്ങ് പോകും കേട്ടോ. അങ്ങനെ ഭയങ്കര മടിച്ചൊന്നുമല്ല, നിന്നാൽ ചിലപ്പോൾ അങ്ങ് പോകും. ആരാ റാവുത്തർ എന്ന് ചോദിക്കുന്നുണ്ട്. റാവുത്തർ അതൊരു തമിഴ് മുസ്ലിംസ് ആണ് എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു അങ്ങനെ എന്തോ ആണ്. നമ്മളും ആ ഒരു എന്താ പറയുക, നമ്മളവിടേക്കില്ലേ മുജാഹിദ്, ജമാഅത്ത്, പിന്നെ സുന്നി ഇങ്ങനെയൊക്കെ പറയില്ലേ, അതുപോലെ ഒരു കാറ്റഗറി റാവുത്തർ അങ്ങനെ. ഓക്കെ, എനിക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാൻ വലിയ താല്പര്യമില്ല കേട്ടോ. ഇനി ചോദിക്കരുത്. അതായത് റാവുത്തറിനെ കുറിച്ചല്ല, എനിക്കിങ്ങനെ ജാതി മതം ഇതിൻ്റെ ഒന്നും പറഞ്ഞ് സംസാരിക്കാൻ വലിയ താല്പര്യമില്ല കേട്ടോ. പിന്നെ നൈറ്റ് എന്താണ് ഫുഡ് കഴിക്കാറ്? ഇവിടെ പൊതുവേ ചപ്പാത്തിയാണ് ഉണ്ടാക്കാറ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ചിലപ്പോൾ ദോശ അങ്ങനെയൊക്കെയാണ്, കുട്ടികൾക്ക് ചിലപ്പോൾ ചോറ് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ കൊടുക്കാറ്. ജിനി ഹാപ്പി അല്ലേ? ഭയങ്കര അടിപൊളി ഒരു ക്വസ്റ്റ്യനാണ് കേട്ടോ. നമ്മൾ ആരോടും നീ ഹാപ്പി അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവർക്കത് ഭയങ്കര ഒരു സന്തോഷം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കമൻറ്റ് വായിച്ചപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം. ഒന്നാമത് ഞാൻ ഇന്നലെ എൻ്റെ FBയിലുള്ള എൻ്റെ വ്യൂവേഴ്സിനോട് ഞാൻ ചോദിച്ചിരുന്നു നിങ്ങൾ ഹാപ്പി അല്ലേ എന്നുള്ളത്. ഇനിയിപ്പോൾ അത് കണ്ടിട്ടാണോ എന്നറിയില്ല. എന്തായാലും എന്നോട് ചോദിച്ചപ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ പച്ചക്കറി എന്ന് പറഞ്ഞിട്ട് മൂപ്പരെന്നെ കുറേ ചിരിയും ചിരിക്കുന്നുണ്ട്. പച്ചക്കറി എന്താ അത്ര വലിയ മോശമാണോ, അതോ പച്ചക്കറി കഴിക്കാത്ത നിങ്ങളിപ്പോൾ പച്ചക്കറി കഴിക്കുന്നു എന്നുള്ള ഒരു ചിരിയാണോ? അപ്പോൾ എന്തായാലും ചിരി അടിപൊളി. ജിനിയുടെ ചായ കുടിക്കാൻ വരട്ടേന്ന്. ഇവിടെ എവിടെയെങ്കിലുമൊക്കെ വരുമ്പോൾ ചായ കുടിക്കാൻ വന്നോ, അതിനായിട്ടൊന്നും വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇവിടെ എവിടെയെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ അറിയുന്ന ആളാണെങ്കിൽ നമ്മുടെ വീടൊക്കെ അറിയെങ്കിൽ വന്നോ, ചായ ഉണ്ടാക്കി തരാം, പ്രശ്നമില്ല. പിന്നെ നല്ല വർത്തമാനം. നിങ്ങൾക്ക് സുഖം തന്നെയല്ലേ? ആണ് മുത്തേ, സുഖമാണ്. നിങ്ങൾക്ക് സുഖമല്ലേ? അവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? നിങ്ങളുടെ ഫാമിലിയോടൊക്കെ എൻ്റെ അന്വേഷണം പറയണേ. കുറേ പേര് ഹായ് അയച്ചിട്ടുണ്ട്. ജിനിക്ക് സുഖമാണോ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് സുഖമാണ് മുത്തേ, കുഴപ്പമൊന്നുമില്ല. ഹായ് ജിനി, ഞാൻ ഷെമി. എൻ്റെ വീട് മണ്ണാർക്കാടാണ്. ഹസിൻ്റെ വീട് പാലക്കാട്. ഞാൻ വീഡിയോയിൽ എല്ലാം കാണാറുണ്ട്. കമൻറ്റ് ഇടുന്നത് ഇപ്പോഴാണ് കേട്ടോ. കമൻറ്റ് ഇടുക, ഇനി എന്നും ഇടണം കേട്ടോ. അതേപോലെ ഉണ്ടല്ലോ, മണ്ണാർക്കാട് എവിടെയാണ് വീട് നിങ്ങളുടെ? ഹസ്ബൻഡിൻ്റെ വീട് പാലക്കാട് പറയുന്നുണ്ട്. അതെവിടെയാണ്? അതായത് പാലക്കാട് എവിടെയാണെന്നല്ല, പാലക്കാടിൽ എവിടെയാണെന്നാണ് ചോദിക്കണത് കേട്ടോ. പിന്നെ ഹലോ ജിനി, ഹായ് മുത്തേ, ഹായ് മുത്തേ. അങ്ങനെ നമ്മുടെ യൂട്യൂബിലുള്ള ഏകദേശ കമൻസിനൊക്കെ ഞാൻ റിപ്ലൈ ഇവിടെ കൊടുത്ത് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ പണികളും തീർന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ. പിന്നെ FBയിൽ നമുക്ക് ധാരാളം കമൻസ് വന്നിട്ടുണ്ട്. സൂപ്പർ വീഡിയോ ഇത്ത, എനിക്കും ഉണക്കമീൻ ഭയങ്കര ഇഷ്ടമാണ്. കുട്ടികളുടെ എക്സാം കഴിയാറായോ? ഇത്ത വീട്ടിൽ പോകുന്നുണ്ടോ എന്നൊക്കെ കുറേ ചോദിക്കുന്നുണ്ട് കേട്ടോ. വീട്ടിൽ പോകണം, ഇൻഷാല്ല എന്തായാലും പോകണം. കുട്ടികളുടെ എക്സാം എല്ലാവരുടെയും കഴിയണ പോലെ തന്നെ 27 കഴിയും. പിന്നെ ഒരു എക്സാം ഉണ്ടല്ലോ, അത് എപ്പോഴാണ് വയ്ക്കുകയെന്നറിയില്ല.
പിന്നെ ഇതുപോലെ വെണ്ടക്കയിൽ കുറച്ച് വിനീഗർ ചേർത്താൽ മതി എന്ന് പറയുന്നുണ്ട്. ഒരു പാത്രക്കട പോലെ തന്നെ ഉണ്ടല്ലോ കിച്ചണ്. അതെ അതെ, നമ്മൾ കബോർഡിന് അടപ്പൊന്നും വെക്കാണ്ടാവുമ്പോൾ അങ്ങനെ തന്നെ തോന്നുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഇതിനായിട്ട് എന്നോട് എല്ലാവരും ഇങ്ങനെ ഈ വീട് റെനോവേഷൻ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ അങ്ങനെയൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. നടുവേദന കുറവുണ്ടോ ചോദിക്കുന്നുണ്ട്, കുറേ പേര് അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. വെയിറ്റ് ലോസ് പറഞ്ഞില്ലാന്നോ? ഞാൻ വെയിറ്റ് ലോസ് അങ്ങനെ ആവുന്നില്ല, വെയിറ്റ് ഗെയിൻ ആയിക്കൊണ്ട് പോകുന്നുണ്ട്. എനിക്കത് ഭയങ്കര ടെൻഷനൊന്നുമില്ല. കുറയ്ക്കാൻ പറ്റുമായിരിക്കും. പഴയ അനാചാരങ്ങളെ സപ്പോർട്ട് ചെയ്യാത്ത ജിനീസ് കിച്ചൺ ഫാമിലിക്ക് ഒരു ബിഗ് ലൈക്ക്. താങ്ക് യു മുത്തേ. ബഹുമാനം തോന്നുന്നു നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയോട്. ഞാനും ഇതുപോലെ ഒരു സ്ഥലത്തേക്ക് വന്ന ആളാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീടിനടുത്ത് ഇതുപോലെയൊക്കെ തന്നെയാണ്. ഈ വീഡിയോയിലൂടെ നിങ്ങൾ നല്ല ഒരു സന്ദേശം കൊടുത്തു. അയ്യോ, ഇത്ര വലിയ കമൻസൊക്കെ ഞാൻ അത്ര വലിയ ആളൊന്നുമല്ല, സന്ദേശം കൊടുക്കാൻ മാത്രമുള്ള ആളൊന്നുമല്ല. എൻ്റെ മൈൻഡിൽ തോന്നിയ കാര്യം ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. എനിക്ക് അതിലോടൊന്നും ഒരു താല്പര്യമില്ല, സത്യം പറയാം. ഇങ്ങനെ നമ്മൾ ഒരു കല്യാണം കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ആ കല്യാണം കഴിച്ച ആൾ തന്നെ ഏറ്റെടുക്കണം. ഇപ്പോഴും നമ്മൾ ഈ ഒരു സൈഡിൽ പ്രസവത്തിന് കൂട്ടിയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ പെണ്ണിൻ്റെ വീട്ടുകാർ എന്നെ കുറേ കാര്യങ്ങൾ ചെയ്യും. അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. ഇനിയും കുറേ ആൾക്കാർ മാറാനുണ്ട്, കുറേ ആൾക്കാർ മാറിയിട്ടുണ്ട് കേട്ടോ. അതും പറയാമല്ലോ, അതും അപ്രീഷിയേറ്റ് ചെയ്യുക. കുറേ ആൾക്കാർ മാറിയിട്ടുണ്ട്. ഇനിയുള്ള ജനറേഷനെങ്കിലും മാറി വരട്ടെ അല്ലേ. അങ്ങനെ പൈസയും അതും ഇതൊന്നും നോക്കാണ്ട് എന്താ പറയുക, കൂടുതൽ എഡ്യൂക്കേഷൻ കൊടുക്കുക. ജോബിന് പറഞ്ഞയക്കാൻ പറ്റുകയാണെങ്കിൽ അത് അത്രയും നല്ലത്. പറഞ്ഞയക്കാൻ പറ്റുക എന്ന് പറയുന്നതോട് ശരിക്കും പറഞ്ഞാൽ താല്പര്യമില്ല. ജോബിന് പോകേണ്ടത് അവൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അവൾ പോട്ടെ, അല്ലെങ്കിൽ അവനക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അവൻ പോട്ടെ അല്ലേ. അങ്ങനെ ജിനി സുഖമാണോ? അൽഹംദുലില്ലാഹ് സുഖമായിട്ടിരിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. പിന്നെ കുറേ ഹാർട്ടും കുറേ സംഭവങ്ങളും നമുക്ക് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൈഡ് ഞാൻ ഇന്നലെ ക്ലീൻ ചെയ്തിരുന്നില്ലല്ലോ, അപ്പോൾ ഞാൻ ഇവിടെ വേഗം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. പിന്നെ ഇനി മുറ്റമൊന്ന് അടിച്ചു വരാനുണ്ട്. ഓരോ കുറച്ച് പോർഷൻ മാത്രം ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ നമുക്കതൊരു ഹെവി വർക്കായിട്ട് തോന്നൂല്ല. എന്നാൽ ദിവസം എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്നുള്ളൊരു ഫീൽ ഉണ്ടാകും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അതുപോലെ ജിനിത്ത, നിങ്ങളുടെ വീഡിയോ അടിപൊളിയാണ്. എന്ത് സങ്കടം ഉണ്ടായാലും നിങ്ങളെ വീഡിയോ കണ്ടാൽ കുറച്ച് സമാധാനം കിട്ടുന്നു. അതെന്താ അങ്ങനെ? പിന്നെ എന്തായാലും താങ്ക് യു സോ മച്ച്. സന്തോഷത്തിൽ പറഞ്ഞതാണോ? ആയിരിക്കുമല്ലേ, സന്തോഷത്തിൽ പറഞ്ഞത് തന്നെയാണ്. അതിലിങ്ങനെ കുറേ ലൈക്കൊക്കെ ഉണ്ട്, അല്ലാണ്ട് എന്താ. പിന്നെ ആമീൻ എടുക്കുന്ന പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും വളരെ താങ്ക്സ് ഉണ്ട്. സന്തോഷം. എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം കിട്ടുകയാണെങ്കിൽ എനിക്ക് അതിൽ അഭിമാനമേ ഉള്ളൂ കേട്ടോ. പിന്നെ ബാക്ക് സൈഡ് ഒന്ന് വേഗം പോയി അടിച്ചു വാരുകയാണ്. ഇനി എന്താണ് എനിക്ക് പറയാൻ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നോട് സോയയുടെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നേ. തൊണ്ട കരകരപ്പാവുന്നുണ്ട് അല്ലേ സംസാരിച്ചിട്ട്. അപ്പോൾ സോയയുടെ റെസിപ്പി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഫ്രിഡ്ജൊന്ന് ഇങ്ങനത്തെ കോലമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഫ്രിഡ്ജ് കറിയും ചിന്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതെല്ലാം ഒന്ന് എടുത്തിട്ടുണ്ട് ഞാൻ. അതിലത്തെ കംപ്ലീറ്റ് തട്ട് നമുക്കിനി അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. അതിനുശേഷം തുടച്ചിട്ട് അതിൽക്ക് ഫ്രിഡ്ജൊക്കെ ഒന്ന് കംപ്ലീറ്റ് തുടച്ചിട്ട് ഇതും വെള്ളമൊക്കെ ഫുള്ള് കംപ്ലീറ്റ് പോയ ശേഷം നമുക്ക് അതിലോട്ട് തിരിച്ചു വെക്കണം കേട്ടോ. പിന്നെ ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങളുണ്ട്. അതായത് എല്ലാവരുടെ ഫ്രിഡ്ജിൽ ഉള്ള പോലെ ചെറിയ മുറിയൻ തേങ്ങ, അതേപോലെ മുറിച്ച ഉണങ്ങിയ നാരങ്ങ, ഇങ്ങനത്തെയൊക്കെ സാധനം എൻ്റെ ഫ്രിഡ്ജിലും ഉണ്ടാവാറുണ്ട് ഇടയ്ക്കൊക്കെ. അപ്പോൾ എന്തായാലും ഇനി അതെല്ലാം സെറ്റാക്കണം. പിന്നെ ആ റൈസ് വേവിച്ച് മസാലയുടെ മുകളിൽ ദം ചെയ്ത് നോക്കുമെന്ന് പറയുന്നുണ്ട്. കുട്ടികളുടെ ലഞ്ച് ബോക്സിൻ്റെ ഒരു റൈസ് ഇട്ടതിനാണ്. ലഞ്ച് ബോക്സിൽ കാക്കുമ്പോൾ നമുക്ക് അമ്മാതിരി റിസ്ക് പിടിച്ച പരിപാടിയൊന്നും ആവശ്യമില്ല. കാരണം നമ്മൾ ഈസി റെസിപ്പികളല്ലേ ഉണ്ടാക്കുള്ളൂ രാവിലെ. നമ്മൾ വീട്ടിൽ ബിരിയാണിയൊക്കെ വെക്കുകയാണെങ്കിൽ ഓക്കെ, അങ്ങനെ നമുക്ക് ചെയ്യാം കേട്ടോ. അങ്ങനെ ഒരുവിധം തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ നമുക്ക് തുടയ്ക്കണം കേട്ടോ. ഫസ്റ്റ് തുടയ്ക്കലൊന്നും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് ഒന്നുകൂടി തുടക്കണം. ഇവിടെ വെളിച്ചം കുറച്ച് കമ്മിയായിരിക്കും കേട്ടോ, ഞാൻ ലൈറ്റ് കൊണ്ടുവന്നിട്ടില്ല. പിന്നെ എല്ലാവരുടെയും തുടച്ച് തട്ടുകളൊക്കെ ഒന്ന് തുടച്ച് ക്ലീനാക്കി ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം അതിൽ കയറ്റി വെച്ചിട്ടുണ്ട്. കണ്ടോ,
ഫ്രിഡ്ജ് ക്ലീൻ ആക്കി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അതിലോട്ട് സാധനങ്ങൾ വെക്കണത് ഭയങ്കര സങ്കടമാണ്. അപ്പോൾ എല്ലാവരുടെയും ഫ്രിഡ്ജ് പോലെയൊക്കെ തന്നെയാണ്. കുറേ മാവ്, പാല്, കുറേ വെജിറ്റബിൾ, നാരങ്ങ, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, തൈര്, ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ ഈ ഒരു സെക്ഷനിൽ കുറേ പൊടികൾ ഉണ്ടാവും. ഫ്രീസറിൻ്റെ ആ 2 സെക്ഷനിൽ ഞാൻ പൊടികളാണ് കേട്ടോ വെക്കാറ്. അതായത് ഡ്രൈ മാംഗോ പൗഡർ അങ്ങനത്തെകളൊക്കെ ഉണ്ടാവില്ലേ ചാട്ട് മസാലയ്ക്ക്. അപ്പോൾ നമ്മുടെ സോയയുടെ റെസിപ്പി കാണിക്കാം. ഞാൻ സോയ ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. 2 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ ചിക്കൻ മസാല, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, ഉപ്പ്, 2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ തന്നെ സോയാ സോസ്, ടൊമാറ്റോ സോസ് ഓരോ സ്പൂൺ വീതം. പിന്നെ നമ്മൾ കോൺഫ്ലവർ ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ആക്കിയെടുക്കുക. നമ്മൾ വേവിച്ച നമ്മുടെ ഇതില്ലേ സോയ നന്നായിട്ട് കഴുകി പിഴിഞ്ഞെടുത്തിട്ട് ഇതിലോട്ടാക്കി നമുക്ക് നന്നായിട്ട് മസാല എല്ലാവിടെയും പിടിക്കുന്നത് വരെ നന്നായിട്ട് കുഴച്ചിങ്ങനെ എടുക്കുക കേട്ടോ. ഉടഞ്ഞു കൊണ്ട ഇതുപോലെ. ഇനി എണ്ണ ചൂടാക്കിയിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. എന്താ പ്രശ്നം പറഞ്ഞാൽ സോയയിൽ കുറച്ച് എണ്ണ കൂടുതൽ കുടിക്കൂല്ലേ, അതാണൊരു പ്രശ്നം. അപ്പോൾ ഫസ്റ്റ് ഇട്ടപ്പോൾ ഡീപ്പായിട്ട് ഫ്രൈ ചെയ്തിട്ടെടുത്തു ഞാൻ. സെക്കൻഡ് ഞാൻ ഇതിന്ന് കുറച്ച് എണ്ണ മാറ്റിയിട്ട് ഷാലോ ഫ്രൈ ചെയ്തിട്ടെടുത്തു. എന്നിട്ട് രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ട് നമുക്ക് വേറൊരു പരിപാടിയും കൂടെ ഉണ്ട് കേട്ടോ അതിൻ്റെ കൂടെ. അപ്പോൾ പതുക്കെ അങ്ങനെ ഇളക്കി കൊടുത്ത് ഫസ്റ്റ് ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അതിന്ന് എടുത്ത് മാറ്റിയിട്ട് സെക്കൻഡ് ഉള്ളതും കൂടെ ഞാൻ കുറച്ച് എണ്ണ മാറ്റിയിട്ട് ഇങ്ങനെ ഷാലോ ഫ്രൈ ആക്കിയിട്ട് ചെയ്തെടുത്തു കേട്ടോ. എന്നിട്ട് അതൊരു 1/4 ഭാഗം ആകുമ്പോഴത്തേക്കും അതിലോട്ട് ക്യാപ്സിക്കം, പച്ചമുളക്, പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഇളക്കി ഈ ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഒരു സ്മെല്ല് വരും, അതുവരെ നമുക്കിതിങ്ങനെ കുക്ക് ചെയ്തിട്ടെടുക്കണം. എന്നിട്ട് അടച്ച് വെക്കുന്നുണ്ട് ഞാൻ. ഇടയ്ക്ക് ഓപ്പണാക്കി ഇളക്കി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ആ സോയയും കൂടി നമുക്ക് ഇതിലോട്ട് മിക്സ് ചെയ്യാം. അത് അത്യാവശ്യം ക്രിസ്പി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ബാലൻസ് ആവട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ടത് 1 സ്പൂണ് നമ്മുടെ ചാട്ട് മസാലയും 1/2 സ്പൂണ് ഡ്രൈ മാംഗോ പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇച്ചിരിയും കൂടെ സോസ് ടേസ്റ്റിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഷെസ്വാൻ സോസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കൂ. അപ്പം ആ ഒരു വെളുത്തുള്ളിയുടെയൊക്കെ ഫ്ലേവർ ഭയങ്കരമായിട്ട് കിട്ടും കേട്ടോ. എന്നിട്ട് വീണ്ടും നന്നായി ഇളക്കുക. നല്ല സ്മെല്ലാട്ടോ വരുന്നത്. കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ പാക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ നമ്മുടെ സോയയുടെ റെസിപ്പിയും റെഡി ആയിട്ടുണ്ട്. പിന്നെ വേഗം പോയി തുടക്കലൊക്കെ കഴിഞ്ഞു നമ്മളിനി കുളിക്കലും ഒക്കെ ആയിട്ട് പിന്നെ ഉച്ചയ്ക്ക് എന്തായാലും കുറച്ചൊരു റെസ്റ്റ് വേണം. ഉച്ച വരെ എത്ര പണി വേണമെങ്കിലും എടുക്കുക. അത് കഴിഞ്ഞിട്ട് റെസ്റ്റ് ഇല്ലെങ്കിൽ നമ്മൾ ആകെ ഡള്ളായി പോകും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. അതേപോലെ നമ്മുടെ യൂട്യൂബും FBയും ഇൻസ്റ്റയൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. അതേപോലെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് കൊടുക്കുക, ലൈക്ക് കൊടുക്കുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ പോട്ടെ, മറ്റൊരു വീഡിയോയിൽ കാണാം. Okay, bye. Take care. Have a nice day.